ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പഠനത്തിൻ്റെ തടസ്സം മാറുവാനും പരീക്ഷാ വിജയം കിട്ടാനും പ്രാർത്ഥിക്കാൻ ഉതകുന്ന 4 വചനങ്ങളാണ്. മത്തായി സുവിശേഷം 13-ാം അധ്യായം 53-54 വചനങ്ങൾ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവൻ ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? വചനാഭിഷേകത്താൽ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ. കാരണം ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? യേശുവിൽ നിറഞ്ഞ, യേശുവിൽ വസിച്ച പരിശുദ്ധാത്മാവെ, ജ്ഞാനത്തിൻ്റെ അരൂപിയെ ഞങ്ങളിൽ, ശക്തിയുടെ അരൂപിയെ ഞങ്ങളിൽ അയക്കണമേ. അടുത്ത വചനം ലൂക്കാ 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ദൈവമേ, യേശുവിൽ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളുടെ മേലും അങ്ങ് വന്ന് നിറയണമേ. അടുത്ത വചനം യോഹന്നാൻ 8:32. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം പ്രാർത്ഥിക്കാവുന്നതാണ്. മത്തായി 13:53-54. ഇനി മക്കൾക്കും യുവജനങ്ങൾക്കും പരീക്ഷകൾ, ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂകൾ നേരിടുന്നവർക്ക് വേണ്ടി എല്ലാം IELTS, OET, അങ്ങനെ ഏത് തദ്ദേശീയവും വിദേശീയവുമായ കോഴ്സുകൾ, ടെസ്റ്റുകൾ ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത്ഭുതം നടക്കും, സാക്ഷ്യപ്പെടുത്താനിടയാവും. മത്തായി 13:53. ആത്മാവ് യേശുവിൽ നിറഞ്ഞ പോലെ, യേശുവിൽ നിറഞ്ഞ ഈ ദൈവശക്തി, പരിശുദ്ധാത്മശക്തി എന്നിലും നിറയണമെന്ന്, ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുക. ലൂക്കാ 2:52. ജ്ഞാനത്തിലും പ്രായത്തിലും, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു. അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, ഞങ്ങൾ പഠിക്കുന്ന വിഷയങ്ങളെ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ ദൈവമേ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ നിലനിന്നുകൊണ്ട് പഠിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ വിഷയത്തോടുള്ള വെറുപ്പെടുത്തു മാറ്റണമേ. ഞങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞങ്ങൾ ഇരട്ടപ്പേരുകൾ വിളിക്കുകയും തെറ്റിദ്ധരിക്കുകയും ദേഷ്യപ്പെടുകയും അവരുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും കയറാതിരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തൊരു പാട്! ഇത് എഴുതിയവനെ കിട്ടിയാൽ ഞാൻ ശരിയാക്കും, ഈ വിഷയം മാത്രം വേണ്ടായിരുന്നു, അങ്ങനെയൊക്കെ തെറ്റായ മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തോട് മാപ്പപേക്ഷിക്കുക. അടുത്ത വചനം യോഹന്നാൻ 8:32. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. 4-ാമത്തെ വചനം യോഹന്നാൻ 14:26. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യവും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ വചനാഭിഷേകത്താൽ എന്നെ നിറയ്ക്കണേ.